ശ്വസനം ശരീരകലകൾക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കലകളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു ജീവൽധർമ്മമാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശങ്ങളിലേക്കും തിരിച്ചുമുള്ള വായുവിന്റെ സഞ്ചാരത്തെ വെന്റിലേഷൻ എന്ന് പറയുന്നു. ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലെത്തുന്ന അന്തരീക്ഷ വായു ശ്വാസകോശങ്ങളിലെ വായു അറകളിൽ നിറയുന്നു. ലക്ഷക്കണക്കിന് എണ്ണമുള്ള ഈ വായു അറകളാണ് ആൽവിയോളസുകൾ. പെട്ടെന്ന് വികസിക്കാനും സാവധാനത്തിൽ ചുരുങ്ങാനും ഇവയുടെ ഉള്ളിലെ ഉപരിതലത്തിൽ സർഫക്റ്റന്റുകൾ എന്ന പദാർത്ഥങ്ങളുണ്ട്. ഓരോ ആൽവിയോളസിനെയും ചുറ്റി നേർത്ത രക്തലോമികളുണ്ട്. ഇത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പൾമണറി ധമനിയുടെ ഭാഗങ്ങളാണ്. രക്തത്തിലെ പ്രധാന കോശങ്ങളായ ചുവന്ന രക്തകോശങ്ങൾ അഥവാ RBCയിൽ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് വാതക വിനിമയത്തിന്റെ അടിസ്ഥാനം. ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ ആറ്റങ്ങളെ വഹിക്കാനുള്ള കഴിവിന്റെ നിർമ്മാണ ഘടകങ്ങളിൽ ഒന്നാണ് ഇരുമ്പ്. ഇരുമ്പടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാണല്ലോ. ശ്വാസകോശങ്ങളിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്ന ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന സംയുക്തം രൂപപ്പെടുന്നു. ഇത് കോശങ്ങളിൽ എത്തിച്ചേർന്ന് ഓക്സിജൻ കോശങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. അതുപോലെ കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്ന ഹീമോഗ്ലോബിൻ കാർബാമിനോ ഹീമോഗ്ലോബിൻ എന്ന സംയുക്തമായി ആൽവിയോളസുകളിലേക്ക് പോവുകയും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസുകളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് രക്തപ്ലാസ്മയിലും RBCയുടെ കോശദ്രവ്യത്തിലും ലയിച്ചും ശ്വാസകോശത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ആൽവിയോളുകളുടെയും രക്തലോമികളുടെയും സുതാര്യത വാതകവിനിമയം വളരെ സുഖകരമാക്കുന്നു. ആൽവിയോളുകളുടെ പ്രതല വിസ്തീർണം ഏതാണ്ട് 70 മുതൽ 80 വരെ ചതുരശ്ര മീറ്ററാണ്.